ആണ്, ഗ്യാങ് ലീഡറാണ്, ഓജിയാണ്, ഗിണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറെ സാധനം ഇട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോയി. വണക്കം മക്കളെ, വണക്കം. അങ്ങനെ ഇന്ന് ബാഡ് ബോയ്സ് എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒമർ ലുലു ഫൺ എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടി എത്തിയിരിക്കുന്ന ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരായിട്ടുള്ള പയ്യന്മാരെന്നാണ് അതിന്റെ അർത്ഥം, മനസ്സിലാക്കണം. ഇവര് എങ്ങനെയാണ് മോശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കണക്ട് ചെയ്യുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ലൈനിലൂടെയാണ്. അതായത് വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഇവരുടെ കഥ പറയുന്ന ഒരു സ്റ്റൈലാണ് സിനിമയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത്. സോ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് റഹ്മാൻ, സെന്തിൽ, ആൻസൺ പോൾ, ബിബിൻ ജോർജ്, പിന്നെ ബാബു ആന്റണി, ഷീലു എബ്രഹാം, ടിനി ടോം, ഹരിശ്രീ അശോകൻ, രമേഷ് പിഷാരടി, അങ്ങനെ നല്ല താരതമ്യമുള്ള ഒരു സിനിമയാണ്. നമ്മളെ ഡ്രാക്കുള സുധീർ, ഹരിശ്രീ അശോകൻ ഇവരെല്ലാവരും ഉണ്ട്. അപ്പം ഭയങ്കര വലിയ ഒരു താരതമ്യമുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ കഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, ആ ഫ്ലാഷ് ബാക്കിലൂടെ ഇവരുടെ കണക്ഷൻ എങ്ങനെയാണ്, ബോണ്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കുന്നു, പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിക്കുന്നു, ഇവരെങ്ങനെ കണക്ട് ആയി പോകുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളും ഇവർ ചെന്നെത്തുന്ന കുറെ കോൺഫ്ലിക്റ്റും സംഭവങ്ങളും ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഥയ്ക്ക് ഒരു പ്രത്യേക അടിത്തറ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചതാണോ എന്ത് ചോദിച്ചാലും ഒരു അവിയല് പരുവം എന്നുള്ള ഒറ്റ വാക്കി പറയാം. തമിഴ് സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വിവേക്, നമ്മുടെ വടിവേലു ഇവരൊക്കെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക ഏരിയാസ് തമാശയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ചില സമയങ്ങളിൽ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുന്ന ഒരാളെ കൊണ്ട് തന്നെ തമാശകൾ പറയിപ്പിച്ച് എടുത്ത് തമാശയാണടാ ഒന്ന് ചിരിച്ചേക്കണേടാ എന്ന് പറയുന്ന ഒരു സ്റ്റൈല് സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് റഹ്മാൻ ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ വന്നിരിക്കുന്നു. സോ പുള്ളിക്കാരൻ എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്ക് ചെയ്യാനും ഒന്നുമില്ല, പുള്ളി ചെയ്തതിട്ടാണെങ്കിൽ ഒന്നും ഒത്തതുമില്ല, പുള്ളിക്ക് പറ്റിയൊരു ക്യാരക്ടർ വൈബോ ആയിരുന്നില്ല. പക്ഷെ പുള്ളിയെ കാണാൻ ഭയങ്കര രസമുണ്ട്. ചില ഷോർട്സിലും കാര്യങ്ങളിലും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. പുള്ളിയുടെ ആ ഒരു ക്യൂട്ട്നെസ് ഭയങ്കര രസമാണ്. പക്ഷെ പെർഫോമൻസ് വൈസ് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല, പുള്ളി ചെയ്തിട്ടാണെങ്കിൽ ഏറ്റതുമില്ല. പിന്നെ സെന്തില്, ബിബിൻ ജോർജ്, രമേഷ് പിഷാരടി, ഇങ്ങനെയുള്ള ഓരോരുത്തരും അവർക്കെല്ലാം ഓരോ ഏരിയാസ്, അതായത് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് കഴിഞ്ഞു, അടുത്ത ഒരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ രമേഷ് പിഷാരടി എങ്ങനെയും കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കോമഡികളെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കോമഡികളെന്ന് വിളിക്കപ്പെടുന്ന ചില കാര്യങ്ങളെയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കല്. പിന്നെ ഒരുപാട് താരങ്ങളെ ഇങ്ങനെ കൊണ്ടുവരുന്നു, പ്രത്യേകിച്ച് ബാബു ആന്റണിയെ കൊണ്ടുവരുന്നു. പുള്ളിയെ കൊണ്ടുവന്ന് ഇറക്കുമ്പോഴത്തേക്ക് ഒരു മാസീവ് അപ്രോച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയെ വെറും ഫണ്ണിയാക്കി, വെറും കോമഡിയാക്കി ഒരു സൈഡിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ല തെലുങ്ക് പടങ്ങളിലേക്ക് പോലെ തന്നെ ആ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഷീലു എബ്രഹാം എനിക്ക് തോന്നുന്നു മുമ്പത്തെ സിനിമകളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഫണ്ണൊക്കെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവർ ആ ഒരു ഫണ്ണൊക്കെ പിടിക്കാൻ നോക്കി ഒരു സ്റ്റൈലിൽ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടെന്നല്ല, ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മുമ്പത്തെ സിനിമകളിലൊക്കെ എക്സ്പ്രഷൻ ഒന്നുമില്ല, ഈ സിനിമയിൽ കുറച്ച് എക്സ്പ്രഷനൊക്കെ എവിടെ നിന്നൊക്കെ വാരി ഇട്ടിട്ടുണ്ട്, അവരതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സിനിമയെ കുറിച്ച് നല്ലത് മോശവും ഒക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഇവർ പറയുന്നുണ്ട് സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഏറ്റെടുത്തോളും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇതുപോലത്തെ ഒരു കഥയും വെച്ചിട്ട് ഒരു റബ്ബർ ഇട്ട് വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എത്ര നീളും, ആ വലിച്ചു നീട്ടമാണ് ഈ സിനിമ ടോട്ടലി. അങ്ങ് കൊണ്ടുപോവുകയാണ്. വെറുതെ ഒരു കഥ കൊണ്ടുവരുന്നു, അവര് ആ കഥയിൽ ഇങ്ങനെ കയറിപ്പറ്റുന്നു, അബദ്ധത്തിൽ വെന്ന് വീഴുന്നു, അബദ്ധങ്ങൾ പിന്നെ അങ്ങ് വലിഞ്ഞു പോകുന്നു. ഈ വലിഞ്ഞു പോകുന്നതിനകത്ത് ടിനി ടോമും പിന്നെ ഡ്രാക്കുള സുധീറും ഒക്കെ വരുന്ന കുറെ ഏരിയാസ് ഉണ്ട്. പാണ്ടിപ്പടയിൽ നിന്ന് പൊക്കി അതേ സാധനങ്ങൾ എടുത്തു വെച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി ഒരു റബ്ബർ വലിച്ചു നീട്ടിയിട്ട് അതിന്റെ സൈഡിൽ കൂടെ ആരെങ്കിലും ഒക്കെ ഒന്ന് കടിച്ചു പറിച്ച് വലിച്ചു നീട്ടാൻ നോക്കൂലെ, അതുപോലത്തെ ഒരു സാധനം. ഒരു ഇമ്പാക്റ്റും തരാത്ത കഥാപാത്രങ്ങളും ഒരു ഫീലും തരാത്ത ഒരു കഥയും അതങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആകെയുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വൈബാണ്. തുടക്കത്തിൽ മഹേശ്വര എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോങ് ഒക്കെ ഉണ്ട്, അതൊക്കെ വൈബായിട്ട് നല്ല രസമാണ്. അതൊക്കെ ചില ഏരിയാസിലൊക്കെ ഇവരെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൊണ്ടുവന്നിടുന്ന നല്ല നൈസായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2 വില്ലന്മാരുണ്ട്. അവർ എന്തിനു വന്നൊന്നായി എന്തിനു പോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അതങ്ങ് എടുത്തോ. പിന്നെ ഇത് ഒരു വലിയേട്ടൻ സ്റ്റൈലാണ്. വലിയേട്ടൻ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു ഏട്ടനാണ് റഹ്മാന്റെ ആൻ്റപ്പൻ. സോ അത് ആ ഒരു ബാച്ചിൽ അങ്ങ് പോയിക്കോളും, കുഴപ്പമില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസ് കുഴപ്പമില്ല, അത്യാവശ്യം നൈസായിട്ട് അങ്ങ് പോയി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആൽബിയുടെ സിനിമാറ്റോഗ്രാഫിയാണ് സിനിമയിൽ അത്യാവശ്യം നൈസായിട്ടൊരു വർക്ക്. പിന്നെ ഈ മറ്റേ ഉത്സവത്തിനൊക്കെ അടിക്കുന്ന മറ്റേ പേപ്പർ വലിച്ചു കയറി കളയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇഷ്ടംപോലെ പണിയെടുത്തിട്ടുണ്ട്, നല്ല തച്ചിന് പണിയെടുത്തിട്ടുണ്ട്. ആ കക്ഷിക്ക് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. ഇങ്ങനെ പേപ്പർ എവിടെ കണ്ടാലും റഹ്മാൻ വന്നാൽ അപ്പം പേപ്പർ പറക്കണം. ഉത്സവ ആഘോഷങ്ങളാണ് മൊത്തത്തിൽ. പിന്നെ റഹ്മാനെ കുറെ കസേരയിൽ കൊണ്ടിരുത്തുന്നു, ഇവിടുന്ന് കറക്കുന്നു, 3-4 ലൈറ്റ് മിന്നുന്നു, ബാഡ് ബോയ്സ് എന്നും പറഞ്ഞ് കുറെ സാധനം എടുത്തു.
ഇതിൽ കൂടുതൽ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഒരു ബിലോ ആവറേജ് കഥയും ഒരു ബിലോ ആവറേജ് സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ആ പ്രസന്റ് ചെയ്തതിനകത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ടോട്ടലി അവതാളത്തിലായി പോയ ഒരു അവിയൽ പരുവത്തിൽ കിടന്ന് വറുവല് കിടന്ന് കറങ്ങുന്ന കണക്ക് കറങ്ങിയ ഒരു സിനിമയാണ് ബാഡ് ബോയ്സ്. അതുപോലെ തന്നെ അതിനകത്ത് കുറെ കോമഡികളുണ്ട്. ഒന്ന് രണ്ടിടത്തൊക്കെ ചെറിയ രീതിയിൽ വർക്കൗട്ടായി എന്നുള്ളതിനപ്പുറത്തോട്ട് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര ഇവരെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. ഒരു 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 കാര്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. പിന്നെ കൊട്ടേഷനാണ്, ഗ്യാങ് ആണ്, ഗ്യാങ് ലീഡറാണ്, ഓജിയാണ്, ഗിണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറെ സാധനം ഇട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോയി അവസാനം ഡ്രഗ് ഫ്രീ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ആരെയൊക്കെയോ ട്രോളാൻ നോക്കി അവസാനം ഒന്നും ആവാതെ പോയ ഒരു പടം. ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഞാൻ എപ്പോഴും പറയുന്നു, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തണം. അപ്പോൾ ഇൻഷോർട്ട് വാല്യൂ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ പുതിയ വീഡിയോസോട് വീണ്ടും കാണാം. അതുവരേക്കും